ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ്മോർട്ടം പ്രീമിയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സത്യം പറഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ 10ഉം 15ഉം പോയിൻ്റ് എടുത്ത് അല്ലെ 10 പോയിൻ്റ് 8 പോയിൻ്റൊക്കെ എടുത്ത് മാറി നിന്നവർക്ക് വൈകുന്നേരം അവസാനിച്ചപ്പം കയ്യിൽ പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ രാവിലെ 10 മണി 11 മണിക്കടുത്ത് ട്രേഡ് നിർത്തി പോയവർക്കും എന്തെങ്കിലും അവരുടെ പോക്കറ്റിൽ കാണും. അല്ലാത്തത് ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു, മാക്സിമം ആട്ടിക്കളിച്ച് പ്രീമിയം ഉരുക്കി തീർത്തു. എന്തിനു വേണ്ടിയോ മുകളിലോട്ട് പോകുന്നു, എന്തിനു വേണ്ടിയോ താഴോട്ട് വരുന്നു. യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു മാർക്കറ്റാണ് നിലവിൽ. അതിൻ്റെ ഇടയിൽ ഇന്ന് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തായിരുന്നു, നമ്മുടെ പുതിയ CAS-നതിൽ ഒരു മാനിപ്പുലേഷൻ നടന്നു. കൃത്യമായി സെബി അത് കണ്ടുപിടിച്ചു. JP മോർഗൻ എൻ്റെ ടീംസാണ്, അത് മോർഗൻ സ്റ്റാൻലിയാണ്. അവരുടെ ടീംസ്, അവരുടെ ഇന്ത്യയിലെ എൻറ്റിറ്റി ഇത് മാനിപ്പുലേറ്റ് ചെയ്തു. സെൻസെക്സിനെ ക്രമാതീതമായിട്ട് മുകളിലോട്ട് കൊണ്ടുപോയി, താഴോട്ട് കൊണ്ടുപോയി കാശുണ്ടാക്കി എന്ന് സെബി കണ്ടുപിടിച്ച് 4 കോടി രൂപ കൊണ്ട് ഫൈൻ അടിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്ത് കാര്യം? 4 കോടി ഫൈൻ അടിച്ചാലും 4,000 കോടി ഇപ്പുറത്ത് പോയത് കാശ് ആരുടെയാണ്? പാവം പിടിച്ച റീറ്റെയിലേഴ്സിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തിലൊന്നും ഒരു കഥയില്ല. പണ്ട് ആരാണ്ട് പറഞ്ഞല്ലോ, കോരൻ എന്നും കഞ്ഞി കുമ്പിളിനകത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവനവൻ സൂക്ഷിച്ചാൽ അവനവന് കൊള്ളാം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പോവുക, അന്ധമായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. നമുക്ക് തോന്നും, നമ്മുടെ മനസ്സ് പറയും, ഇവിടുന്ന് രണ്ട് ക്യാൻഡിൽ വീണു, ഇനി ഇവിടുന്ന് താഴോട്ട് പടപടാന്ന് വീഴും എന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു മനോഭാവം നിങ്ങൾ മാറ്റണം. അങ്ങനത്തെ ഒരു മനോഭാവം മാറ്റിയാലേ നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു നിശ്ചിത ടാർഗറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് ഒരിക്കലും റൈഡ് ചെയ്ത് പിടിക്കാനൊന്നും ഈ മാർക്കറ്റിൽ നടക്കുന്ന കേസല്ല. ഓക്കെ, 8 10 പോയിൻ്റ് സെറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ടാർഗറ്റ് മനസ്സിൽ കണ്ടുവച്ച് അത് കിട്ടും, ബുക്ക് ചെയ്യുക. അതിനുശേഷം മാർക്കറ്റ് താഴെ അതിനുശേഷം നമ്മുടെ വഴിക്ക് മാർക്കറ്റ് പോയാലും നോ പ്രോബ്ലം. അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം വല്ലതും ആയിരിക്കും മാർക്കറ്റ് ആ വഴിക്ക് പോകുന്നത്, ബാക്കി 9 പ്രാവശ്യവും തിരിച്ച് കയറിപ്പോവും. അപ്പോൾ ആ ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. ഇപ്പോഴത്തെ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതി അവലംബിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇപ്പം കൃത്യമായിട്ട് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ചെയ്തു. നമ്മുടെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിലിൽ അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ റിവേഴ്സ് ചെയ്തത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളതിനകത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്നലത്തെ ഡൗ ജോൺസിൻ്റെ മൂവ്മെൻറ്റും ഇന്നത്തെ ഇന്ത്യയുടെ മൂവ്മെൻറ്റും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ഈ ഡെയിലി ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചായിരുന്നു അല്ലേ, ഓൾമോസ്റ്റ് ഈ ഏരിയയിലെത്തിയതിന് ശേഷം ഒരു റിവേഴ്സൽ വന്നു. പക്ഷേ ഈ റിവേഴ്സൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് റിവേഴ്സൽ അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ഗ്യാപ്പ് അപ്പാണ് ഇവിടെ അല്ലേ, ഇതൊരു ഗ്യാപ്പ് അപ്പാണ്. ഗ്യാപ്പ് അപ്പിന് ശേഷം ഒരു ഡോജിയാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഡോജിയുടെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്, അങ്ങോട്ട് വേണ്ടത് അങ്ങോട്ട്, ഇങ്ങോട്ട് വേണേൽ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ വന്ന് ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഇതുപോലൊരു സ്ട്രോങ് ക്യാൻഡിൽ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ മാർക്കറ്റ് കൂടുതൽ റിവേഴ്സലിനുള്ള സാധ്യതയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇല്ലേ. പക്ഷേ ഇവിടെ ഗ്യാപ്പ് അപ്പോട് കൂടി ഒരു ഡോജി ഉണ്ടായതുകൊണ്ട് ഈ ഡോജിക്ക് അത്ര വിശ്വാസം പോരാ. ഇത് കണ്ടോ, ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ, ഇവിടെ മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ തിരിച്ചു പോയപ്പോൾ എന്താ, ഇവിടെ ഒരു ഡോജിയാണ് ഉണ്ടായി ഇല്ലേ. ആ ഡോജിക്ക് വിശ്വാസം പോലെ അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോരും. എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഒരു പക്ഷേ നാളെ അങ്ങനെ സംഭവിക്കണം നിർബന്ധമില്ല. ബട്ട് ഞാൻ ഈ സിനാരിയാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ മാർക്കറ്റ് പോയിട്ട് ഒരു പക്ഷേ വീണ്ടും തിരിച്ചു വന്ന് റീടെസ്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയണം. അപ്പോൾ ഈ ഭാഗം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഇങ്ങനൊരു ഡോജിയാണ്, ഈ ഡോജി നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള സംഗതി നിങ്ങളുടെ മനസ്സിൽ ഇരിക്കണം. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് മാർക്കറ്റിലോട്ട് വരാം. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ഇന്നലെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മുടെ വരകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വരച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇന്നത്തെ ബോട്ടം ആയിരിക്കും നമ്മുടെ ബോട്ടം. അത് ബ്രേക്ക് ചെയ്ത് താഴെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഫർദറായിട്ട് താഴോട്ടുള്ളൂ. മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്യണം. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞേ, ശരിയല്ലേ? ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ നമുക്ക് ഫർദറായിട്ട് ഇത് രണ്ട് സംഭവിച്ചില്ല. മാർക്കറ്റ് ഇതിനിടയിൽ കൺസോളിഡേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ സംഭവിച്ചു ഇല്ലേ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ ബ്രേക്ക്, കാരണം ഇന്നത്തെ ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റിന് യാതൊരു അടിസ്ഥാനവും ഇല്ല.
ഒരടിസ്ഥാനമില്ല. നമ്മൾ ആ സമയത്തൊക്കെ യു എസിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ താഴോട്ടാണ്, ഗോൾഡ് പൊട്ടുവാണ്, ക്രൂഡ് മേലോട്ടാണ്. പിന്നെന്ത് കണ്ടിട്ടാണ് നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് പോകേണ്ടത്? അപ്പോൾ അതിനൊരു സ്ഥിരത കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം പ്രത്യേകിച്ച് സെൻസെക്സിൻ്റെ എക്സ്പയറിങ് കൂടെയാണ്. എനിവേ, എന്തായാലും മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ആ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് അവസാനിച്ചതും. ഒരു കൺസോൾട്ടേഷൻ, അതുകൊണ്ട് സെല്ല് ചെയ്തവർക്ക് മാക്സിമം കാശ് കിട്ടി എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യു എസ് മാർക്കറ്റൊക്കെ ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ്. അതുപോലെ തന്നെ ക്രൂഡ് നോക്കുവാണെങ്കിലും ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ്, മുകളിലോട്ട് ഉള്ള ഒരു പോക്കാണ് നിലവിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസുകൾ പ്രത്യേകിച്ചൊന്നുമില്ല. യുദ്ധം ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഷയമേ അല്ലതായി തീർന്നേക്കുവാണ്. ഇപ്പം കുറച്ച് മുന്നേ ഇറാൻ വെല്ലുവിളിച്ചേക്കുന്നു, ഹുർമൂസ് തുറന്നോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, അവിടെ ആരെങ്കിലും അമേരിക്കൻസിനെ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതൊക്കെ കേട്ടോണ്ട് എന്തിനാണോ ലോക പോലീസ് എന്ന് കരുതുന്ന ആളുകളൊക്കെ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ മിണ്ടാതിരിക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യം. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ വിഷയമല്ലത്. അപ്പോൾ നാളെ മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ നമ്മുടെ മുന്നിൽ ഒന്നും ഇല്ല. സംസാരിക്കാൻ നമ്മുടെ മുന്നിലൊന്നും ഇല്ല. നമ്മുടെ മുന്നിൽ മൊത്തം ഇരുട്ട് മാത്രമേ ഉള്ളൂ, അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? റിയലായിട്ട് പറയാം. എന്ത് വേണമെങ്കിലും ചുമ്മാ ആവശ്യമില്ല തള്ളി മറിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണോ, ഇല്ലാത്ത കാര്യം നമ്മൾ ഉണ്ടാക്കി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഇരുട്ടി തപ്പുവാണ്, ഇരുട്ടിലാണ് നിൽക്കുന്നത്. എങ്ങോട്ട് പോകണമെന്ന് അറിയുകയില്ല. താഴോട്ട് വീഴണോ, മുകളോട്ട് പോകണോ, ഇനി ഈ വഴി കൂടെ പോയാൽ തലയിടിക്കുമോ, ഉരുണ്ട് വീഴുവോ, കുഴി വീഴുവോ എന്നൊന്നും അറിയാൻ വയ്യാതെ ഒരു ഇരുട്ടിനകത്ത് കടന്ന് കളിക്കുകയാണ്. എന്തായാലും നാളെ വീണ്ടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഈ ബോക്സിനകത്ത് മാർക്കറ്റ് നിലനിൽക്കുമോ ഇല്ലെന്ന് അറിയണം. ഓക്കെ, നാളെ ഞാൻ വീണ്ടും പറയുന്നു, 24,267 മുകളിലോട്ട് പോയെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഇതിൻ്റെ മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളതേ ഉള്ളൂ. ഇനിയല്ല, നാളെ ഈ ലോയ്ക്ക് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ക്യാപ് ഡൗണിലൂടെ ഈ വരയുടെ ഇതിനിടയ്ക്കാണ്, ഈ 24,185-നും 142-നും ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷെങ്കിൽ 142 സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ല 142 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 0.80-ഉം 0.40-ഉം 24,000 ഒക്കെ താഴെ കിടപ്പുണ്ട്. നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാം. ഇപ്പം വെറുതെ നമ്മൾ തള്ളി മറിച്ചിട്ട് കാര്യമില്ല. ഇനിയും ധാരാളം സമയം നമ്മുടെ മുന്നിലുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ. വേറെ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല ഇതിനെപ്പറ്റി. ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി കൂടുതലൊന്നും സംസാരിക്കാനില്ല എനിക്ക്. സംസാരിച്ചിട്ട് കാര്യവുമില്ല. അപ്പം നാളെ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ട്രേഡ് നാളെ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മിഡ് ക്യാപ്പോടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. മിഡ് ക്യാപ്പോടെ ബാങ്കിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. 250 പോയിൻ്റ് മേലോട്ട് കയറി ആ ഗ്യാപ്പ് അപ്പ് തന്നെ അങ്ങനെയാണ് നിലനിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ 57,380 താഴെ പോയാൽ നമുക്ക് 759 കിട്ടും. അല്ല മുകളിലോട്ട് പോവുകയാണെങ്കിൽ 831 കിട്ടും. നമ്മൾക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. മിഡ് ക്യാപ്പിന് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും BSE എന്ത് ചെയ്തു, 60 പോയിൻ്റ് താഴെ പോയി. ഇന്നലെ ആരെയോ കാണിക്കാൻ വേണ്ടി കുറച്ച് മേലോട്ട് പോയതാണ്. പക്ഷേ ഇന്ന് പോയതുപോലെ തന്നെ ആശാൻ നേരെ തിരിച്ചു വന്നു. വെറും ഫ്ലാറ്റ് ആണ്, 9 പോയിൻ്റ് മാത്രമാണ് ഇന്ന് മിഡ് ക്യാപ്പ് പെർഫോം ചെയ്ത്. ഇന്നലെ നമ്മൾ ഈ വരയുടെ കാര്യം പറഞ്ഞു, അപ്പോൾ 848. ഇതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് വീണ്ടും താഴെ പോകും. അല്ല ഇതിൻ്റെ മുകളിൽ ഈ ഒരു വര തലവരയായിട്ട് മിഡ് ക്യാപ്പിൽ നിങ്ങൾ കരുതി വെക്കുക. ഓക്കെ, ഇതിന് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട്, താഴോട്ടാണെങ്കിൽ താഴോട്ട്. അപ്പോൾ വേറെ കൂടുതൽ ഞാൻ BSE കാര്യം ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞാൻ എല്ലാവരോടും പറയാനുള്ള കാര്യം, വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ട്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ മാർക്കറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് ഹൈ റിസ്ക് ആണ്. അതുകൊണ്ട് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ലെവലുകളൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഇല്ല. ആ ലെവലുകളിൽ വരുമ്പം 5-10 പോയിൻ്റ് എടുത്ത് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, 2-3 ട്രേഡ് എടുത്ത് അങ്ങനെ നിങ്ങൾ സ്കാൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലാതെ അന്ധമായി ഒരു ടാർഗറ്റിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മുതിരരുത്. പിന്നെ നാളെ ഈ വീഡിയോ ഇല്ലല്ലോ, നാളെ വെള്ളിയാഴ്ച, നാളെ വീഡിയോ ഇല്ല. ഞായറാഴ്ചയാണ് നമ്മളുടെ പരിപാടി. ശനിയാഴ്ച ഞാൻ എറണാകുളത്ത് കാണും. അപ്പം ഒരു നല്ല നിങ്ങളുടെ എല്ലാവരുടെയും
ആത്മാർത്ഥമായ പ്രാർത്ഥനയും കാരണം നല്ല രീതിയിൽ നമ്മുടെ ഈ മീറ്റപ്പ് പര്യവസാനിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ചോദിക്കുന്നു. പങ്കെടുക്കുന്നവർ എല്ലാവരും കൃത്യസമയത്ത് എത്താനും യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഈ പരിപാടി വിജയകരമായി പര്യവസാനിക്കാനും നിങ്ങളുടെ ഏവരുടെയും സഹകരണവും പ്രാർത്ഥനയും ചോദിക്കുന്നു. അപ്പോൾ നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.